കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ അർഹരായ ആളുകളിലേക്ക് എത്തിക്കാനും അവയെക്കുറിച്ച് അറിവ് പകരാനും ഇത്തരം പരിപാടികൾ ഏറെ സഹായകരമാണെന്ന് ആശാനാഥ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളും സ്കീമുകളും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ പലർക്കും അറിയില്ല എന്ത് പ്രോജക്റ്റുകളാണ് ഉള്ളത്. നിരവധിയായിട്ടുള്ള തുകകളൊക്കെ തന്നെ ഓരോ വർഷവും നിരവധി പദ്ധതികൾക്ക് മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ പലർക്കും ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് അറിയാൻ സാധിക്കാത്തതിന്റെ അവസരം പലരും അറിയുന്നില്ല. അത് കൃത്യമായിട്ട് അർഹരായിട്ടുള്ള പദ്ധതികൾ വാർഡ് തലത്തിലെത്തിക്കാൻ പരിശ്രമിക്കണമെന്ന് പങ്കെടുക്കുന്ന അംഗൻവാടി ജീവനക്കാരോട് ഡെപ്യൂട്ടി മേയർ അഭ്യർത്ഥിച്ചു. CBC കേരള ലക്ഷദ്വീപ് മേഖലാ ഡയറക്ടർ ഡോക്ടർ നീതു സോണ M ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിത റാണി ആമുഖ പ്രഭാഷണം നടത്തി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡയറക്ടർ പാർവതി V, CBC സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ ശോഭ ജയൻ, CBC ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ ജൂണി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് ഭാരതീയ ന്യായ സംഹിതയും സ്ത്രീ നിയമങ്ങളും, ലഹരിയുടെ കാണാക്കയങ്ങൾ, നശാമുക്ത് ഭാരത് അഭിയാൻ, സ്ത്രീകളും ആരോഗ്യ പരിപാലനവും എന്നീ വിഷയങ്ങളിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഫോട്ടോ പ്രദർശനം, കലാപരിപാടികൾ, മത്സരങ്ങൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പ്, തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രി, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ദ്വിദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിലും നിങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാകണം.